കോട്ടയത്ത് മക്കൾക്കൊപ്പം ആത്മഹത്യ ഷൈനി വിവാഹം കഴിഞ്ഞ സമയം മുതൽ ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനം നേരിട്ടുവെന്ന് പിതാവ് കുര്യാക്കോസ്. പീഡനവിവരം പലപ്പോഴും ഷൈനി വീട്ടിൽ അറിയിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഷൈനിയെ ഭർത്താവ് നോബി വിളിച്ചു. മർദ്ദനത്തിന് ശേഷം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്നും കുര്യാക്കോസ് പറഞ്ഞു. എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ. അവരുടെ കാങ്കിയിട്ട് ഹാളിനകത്തിട്ട് ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി 8:30 മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെയും എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. അവിടെയുണ്ട് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരിക്കുകളും കരിവാളിച്ച് കിടക്കുന്നതും വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാത്. ഷൈനി ഭർത്താവിൽ നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന് ഷൈനി ജോലി ചെയ്തിരുന്ന കെയർ ഹോമിന്റെ ഉടമ ഫ്രാൻസിസ് പറയുന്നു. ഷൈനിയുടെ ശരീരത്തിലും മുഖത്തും നിറയെ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ഭർത്താവ് തന്നെ സ്ഥിരമായി മർദ്ദിക്കും എന്ന് ഷൈനി പറഞ്ഞിരുന്നുവെന്നും ഫ്രാൻസിസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വന്ന സമയത്ത് മർദ്ദിച്ചതിന്റെ പാടുകൾ ഞങ്ങളെ കാണിച്ചായിരുന്നു. കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിള്ളേരാണേലും പറയുമായിരുന്നു അമ്മേനെ നിലത്ത് വലിച്ചഴച്ചു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ആദ്യമൊക്കെ വളരെ ഡിപ്രസീവ് ആയിരുന്നു, അങ്ങനെ ആരോടും മിണ്ടിയല്ലായിരുന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോൾ ഷൈനി വളരെ ഹാപ്പിയായി. ടോബി ജോൺസൺ ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. ടോബി, അപ്പോൾ അങ്ങേയറ്റം ക്രൂരത, അങ്ങേയറ്റം ഗാർഹിക പീഡനം ഷൈനി അനുഭവിച്ചിരുന്നു എന്നതാണ് പല വെളിപ്പെടുത്തലുകളിൽ നിന്ന് വൈകിയാണെങ്കിലും വ്യക്തമാവുന്നു. അപ്പോഴേക്കും വൈകിപ്പോയി ആത്മഹത്യ സംഭവിച്ചിരുന്നു. ടോബി, ഹാഷ്മി, തീർച്ചയായിട്ടും 9 മാസങ്ങൾക്ക് മുൻപാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നത്. അതിനുശേഷം ഒന്നും ചെയ്യാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതാണ്. നമ്മൾ അച്ഛനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അന്ന് തൊട്ടേ പറയുന്നുണ്ട് വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ പക്കൽ നിന്നും അതിരൂക്ഷമായിട്ടുള്ള മർദ്ദനങ്ങൾ, മാനസിക പീഡനം എല്ലാം അനുഭവിക്കേണ്ടി വന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഇന്നും അവർ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, 9 മാസം മുൻപ് മകൾ ഇറങ്ങി വന്നതല്ല, മകളെ പോയി വിളിച്ചോണ്ട് വരേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ക്രൂരമർദ്ദനത്തിനൊടുവിൽ പോലീസിൽ പരാതി നൽകി രാത്രിക്ക് രാത്രി വീട്ടിൽ ചെന്ന്, തൊടുപുഴയിലെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ഇറക്കിവിട്ട മകളെ കൂട്ടിക്കൊണ്ടുവരികയാണ് അച്ഛൻ ചെയ്തതെന്നാണ് ആ പിതാവ് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഷൈനിക്ക് ജോലി നൽകിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമ ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ്, ഫ്രാൻസിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും പറയുന്നത് ഷൈനിക്ക് ക്രൂരമർദ്ദനമേറ്റിരുന്നു, മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹം ഇത് അറിയുന്നത് ഷൈനിയുടെ ശരീരത്തിൽ അടികൊണ്ടതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഷൈനി ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒപ്പം തന്നെ ഈ 2 കുട്ടികളും ഈ ഉടമസ്ഥനോട് ഇക്കാര്യങ്ങളെല്ലാം അമ്മയെ വലിച്ചഴച്ചുകൊണ്ട് പോകുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുവെന്ന് പറഞ്ഞുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഫ്രാൻസിസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തൊടുപുഴയിലെ വീടിന് സമീപത്തുള്ള ആളുകളും സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ റിമാൻഡിലാണ്. എന്നിരുന്നാലും ആ ക്രൂരതയുടെ പല കാര്യങ്ങളും ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് വന്ന് തുറന്നു പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും 4:40 മക്കളെയും കൂട്ടി ഷൈനി റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഹാഷ്മി, ഓക്കെ. ടോബി ജോൺസണാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ആത്മഹത്യക്ക് കാരണം ആ ഗാർഹിക പീഡനവും മാനസിക പീഡനവും അത്തരത്തിലുള്ള ഒരു ദുരിത പർവ്വമായിരുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അതാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നതും.